ഇവിടെ മാഗി ഉണ്ടാക്കുന്നു. നമ്മൾ ഷൂ ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഊടുവഴിയിലൂടെ വരുമ്പോഴേ ഈ അടിപൊളി പ്ലേസ് നോക്ക്. അപ്പുറത്ത് പഴയ അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെൽക്കം ടു കൈക്കൺ വ്ലോഗ്സ്. ഇന്ന് തുടക്കത്തിലെ വെൽക്കം പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ കൂപ്പുകയോടുകൂടി മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ചുങ്കൊക്കെ എഴുന്നേറ്റ് രാവിലെ ഇവിടെ നമ്മൾ 11 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇപ്പോൾ 8 മണിയായി, 8:05. 5 വേണ്ട ഇവിടെ ചായ ഉണ്ടാക്കുന്നു. കുഞ്ഞുണ്ണി തോണ്ടെ റെഡി ഇതിന് മേളിലോട്ട് കയറാൻ നോക്കുന്നു. രാവിലെ നമ്മൾ ഗ്രീൻ ടീ, അപ്പം നേരെ ചായയൊക്കെ കുടിച്ച് നമ്മൾ രാവിലെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇവിടെ നേരെ പോകണം. ഇനി പുറത്തെ കാഴ്ച കാണിച്ചു തരാം. അതെന്തോ സാധനം? ആ സാധനം ഇതാണ് കേട്ടോ. രാവിലെ രാവിലെ വലിയ കാറ്റൊന്നുമില്ല കേട്ടോ. പുറത്തിറങ്ങിക്കാം. ആടുകളെല്ലാം പോകുന്നുണ്ട് അവിടെ. ആടൊക്കെ ഇറങ്ങിയതുകൊണ്ട് ആടിനെ കയറ്റി കിടത്തില്ലല്ലോ. അമ്മച്ചുണ്ട്. അമ്മേ അതെ വെള്ളം വാ. ഇവിടെ മാഗി ഉണ്ടാക്കുന്നു. അതെ മാഗി. മുട്ട ഇടുന്നില്ലേ? ഗരമ മാഗി നൂഡിൽസ് 2 മിനിറ്റ് കൊണ്ട് റെഡിയാവും എന്ന് പറഞ്ഞു. ഞാനും അഞ്ചൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നു. ഞങ്ങൾ ഇതിൽ കഴിക്കാൻ അമ്മി കൈ കൊണ്ട് കഴിക്കാം. മാഗി ഇതുണ്ട്. അനിയത്തിയും കൂടെ രാവിലെ നടക്കാറിങ്ങിയ കേട്ടോ. പിച്ച അച്ചാച്ചൻ്റെ കൈ പിടിച്ച് നടക്കുക കേട്ടോ. ഞങ്ങൾ തന്നെ ഇങ്ങനെ വയ്ക്കുക. ഞങ്ങൾ പോയി അവര് നല്ല കോടമഞ്ഞായി കേട്ടോ. സമയം 10-11 മണിയായി. നമ്മുടെ വീടിൻ്റെ ഇത് ഹോം ടൂർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. എന്താ അടിപൊളി സെറ്റപ്പാണ്. നമ്മൾ ഷൂ ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എന്താ ടേബിള്, 2 ചെയർ, ഒരു ഡബിൾ കട്ടില് എല്ലാം ഉണ്ട്. ഹീറ്റർ, ഫ്രിഡ്ജ്, ഗ്യാസ്, എല്ലാ പരിപാടിയും ഉണ്ട്. ചെറിയ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വാ ഡാഡിയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി. ആരും ഇറങ്ങിയാണ്. ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോകുന്ന വഴി ഒരു എലൻ വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയും കൂടെ പോയി കാണണം. ഞങ്ങൾ വണ്ടി കയറി നേരെ പോവുകയാണ്. ഇവിടുന്ന് 11 മണിക്ക് 10:45 ആകുമ്പം ഇറങ്ങി. 1 മണിക്ക് പാപ്പ വേണമെന്ന് പറഞ്ഞ ബേളം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 5 ഇവിടെ നിർത്തിയിട്ട് പോവാണ്. കേറ്റടയ്ക്കാൻ നിൽക്കുക. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. നല്ല സ്റ്റേ ആയിരുന്നു. രസമായിരുന്നു. ഒരു എക്സ്പീരിയൻസ്. അമ്മച്ചിക്ക് പേടിയല്ല, ആരും ഇല്ലല്ലോ. ഒരു എക്സ്പീരിയൻസ് അല്ലേ, രസമല്ലേ. എത്രയോ ആൾക്കാര്
മലമുകളിലും അവിടെ എവിടെയൊക്കെ താമസിക്കുന്നത്. മറ്റേ എക്കോ സിനിമയിൽ വരും അവര് മലമുകളിൽ താമസിക്കുന്നുണ്ടല്ലേ. അല്ല ഇതിപ്പോ അവരുടെ ഒരു വീടല്ലേ ഇവിടെ ഉള്ളൂ, പക്ഷെ അവരവിടെ താമസിക്കുന്നേ. നമുക്ക് ചിലപ്പോ ഒരു പക്ഷെ നമുക്ക് സ്ഥിരം താമസിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അഡാപ്റ്റ് ആവും. പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് സ്റ്റേ ചെയ്യണം നല്ലൊരു സുഖമുള്ള പരിപാടിയാണ്. കാരണം എന്താ പറയാ, തിരക്കുകളില്ല, ബഹളങ്ങളില്ല, ഒച്ചപ്പാടില്ല, TV ഇല്ല. നല്ല എന്താ പറയാ, അടിപൊളി വ്യൂ, നല്ല ഊട് വഴികളാട്ടോ. ആ മലമുകളിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മള്. ശുങ്കു എല്ലാ ആടുകൾക്കും ഓരോ പേരിട്ടു. ശുങ്കു എല്ലാ ആടിനും പേരിട്ട്. കുഞ്ഞുമണി ശുങ്കു നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്കെന്തായാലും ശുങ്കു TV ഒന്നും കാണാതെ, TV ഇല്ലായിരുന്നു അവിടെ, TV ഇല്ലായിരുന്നു, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ലതായിരുന്നു ഒരു രീതിക്ക്. പിള്ളേര് കളിച്ചു എൻജോയ് ചെയ്തു, രണ്ടുപേരും കൂടെ നടക്കാൻ പോയി, നല്ല രസമായിരുന്നു. നമുക്ക് നടക്കാൻ പോകുന്നൊക്കെ പൂച്ചയുടെ പേര് ചോടിയോ, നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി അടിപൊളി വ്യൂ ആണ് ഫുള്ള്. നമ്മളേതോ കാട്ടിലൂടെയാ പോകുന്നത്. ഒരു താഴ്വാര, താഴെ ഒരു അരുവി, മണ്ണൊക്കെ ഇടിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒഴുകിയല്ല, ഇങ്ങനെ ചരലൊക്കെ വന്ന് കിടക്കുന്നേ. താഴെ അരുവി ഉണ്ട്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീടുകളും ഉണ്ട്. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടേ. കാറ്റ് കാറ്റ് ക്ലാസ് കേട്ടെ. അതെ, വണ്ടർഫുൾ. അവിടെ നിന്ന് ഇറങ്ങി ഏറ്റം കയറുവാണ്. അവിടെ താഴെ നമ്മൾ കയറ്റത്തിന്റെ ഫ്രണ്ടിൽ അവിടെ ഒരു സൈൻ വെച്ചിട്ടുണ്ട്, 16% മീൻസ് സ്ലോപ്പ് ഉള്ള ഏറ്റാണെന്ന്. നല്ലൊരു ഏറ്റ അവിടെ അതൊരു സൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കയറുന്നതിന് മുന്നേ. നല്ല വഴിയാണ്, നല്ല വഴി മീൻസ് നല്ല അടിപൊളി വ്യൂ ആ. ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവാൻ നല്ല രസമാണ്. അല്ല എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിൽ പോയതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട എവിടെയാണ്, ഇവിടെ സ്ഥലം കാണാൻ ഭംഗി തോന്നുന്ന വെയിൽസിലാണ്. അടിപൊളി കോട, കോട മഞ്ഞിൽ കോടമഞ്ഞിൽ ഓഹോ, താഴ്വാരയിൽ ഓഹോ. നേരെ നോക്കി വണ്ടി ഓടിക്കേണ്ടതാണ്, ഡ്രൈവർ ശ്രദ്ധിച്ചിരിക്കരുത്. അടിപൊളി അടിപൊളി എന്നാ പറയാ, ഭയങ്കര ഒരു ഫീൽ ഗുഡ് യാത്ര, ഡ്രൈവ്. നല്ല രസമുണ്ട്. താഴെ പൈൻമര കാടുകൾക്കുള്ളിലൂടെ ഒരു യാത്ര. ഇപ്പുറത്തെ ഒരു കുഞ്ഞു മല വ്യൂ ആണേ. ജസ്റ്റ് വണ്ടി നിർത്തി കണ്ട ആടുകൾ ഓടുന്ന എന്തുവാ നല്ല, എന്താ പറയാ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിനിമയിലും ഈ ഫോട്ടോയിലൊക്കെ കണ്ട് ശീലിച്ച അല്ലേ, കണ്ട ഫോട്ടോസ് ഇല്ലേ, അതുപോലെ. അടിപൊളി ക്യാമറ വുമൺ ഭയങ്കര സെറ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. നമ്മുടെ കൈപ്പൻസ് കാറിന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കയറി. എന്നാ ബ്യൂട്ടിഫുൾ ആണ്. മഞ്ഞും പിന്നെ അതുപോലെ തന്നെ അവിടെ ചെറിയ അരുവിയും താഴെ വെള്ള കുത്തുകൾ കാണുന്ന മൊത്തം ആടാ, ചെമ്മരി ആട്. എനിക്ക് തോന്നുന്നു വെയിൽസിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആടുള്ളത്. അതുകൊണ്ട് വെയിൽസിന്റെ ഒരു പതാകയൊക്കെ ഉണ്ട്, പിടിച്ച് അവിടെ കാണിച്ചു. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെയിൽസ്. നമുക്ക് ഈ ഊടുവഴിയിലൂടെ വരുമ്പോഴേ ഈ ഇതിന്റെ ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. റൈറ്റ് അല്ലേ? വെയിൽസിന്റെ പൊടി, ഡാഫോഡിൽസ് എല്ലാ സൈഡിലും പൂത്തിയിട്ടുണ്ട്. 20 ആണ് സ്പീഡ്. അടിപൊളി പ്ലേസ്. നോക്ക്, അപ്പുറത്ത് പഴയ അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് പൊളിഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ട്. അവിടെ ബൈക്കുകാർ വരുന്നുണ്ട്, ബൈക്ക് റൈഡ് ഉണ്ട് ഇതിലെ കൂടെ. നമ്മള് മൈനിങ് നടക്കുന്നിടത്ത്, മെറ്റൽ മൈനിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മമ്മി പറയും ഒരു ചാക്ക് എടുക്കുക, രണ്ടൊന്ന് കല്ലെടുത്തോണ്ട് ചാക്ക് ചെടി അല്ലെ, കല്ല് ചെടി. ഇന്നലെ ഞാൻ ആ കടപ്പുറത്ത് നിന്ന് പറക്കിയ കവർ ഉണ്ടായിരുന്നു, നല്ല ഉരുളം കല്ല് അവിടെ ഉണ്ടായിരുന്നു. നമ്മള് ടാങ്ക് മേടിക്കുവാണെങ്കിൽ അതിനകത്ത് വെക്കായിരുന്നു, മീൻ ടാങ്ക്. അത് രസമായിരുന്നു കാണാൻ.
അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എലൻ വാലിയിലെത്തി. ഇവിടെ ഒരു ഡാമുണ്ട്, ആ ഡാം കാണണം. വേണമെങ്കിൽ മേലയുടെ മുകളിലൊക്കെ നടന്ന് കയറാൻ പറ്റും. പക്ഷെ മമ്മിയും കൊണ്ട് അത്രയൊന്നും പറ്റാത്തതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റും. അപ്പൊ ഇതേവിടെ കയറാൻ പറ്റും. കണ്ട് അടിപൊളി സ്ഥലമാട്ടോ. അത് ചെറിയ റിവറും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയാ. ചെറിയൊരു മ്യൂസിയം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. ഡാം കാണാൻ വന്നേ കേട്ടോ. വേണേ നടക്കാം, അടിപൊളി. ഇത് 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ ഇത് ഡാം ഓപ്പൺ ചെയ്യുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഷട്ടറുണ്ടല്ലോ, അതിന് പൈസ കൊടുക്കണം. ഇതിനിപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ കാണുന്നതിന് പൈസ വേണ്ട. ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി, 3:15 ഒരു KFC ഒക്കെ വാങ്ങി പോകുന്ന വഴി കഴിച്ചുകൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്കൊന്ന് സമ്മർ ആയതുകൊണ്ടായിരിക്കാം മറ്റേ വിങ്സിന് ഓഫർ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. 799 പൗണ്ടിന് 20 വിങ്സ് കിട്ടും. ബർഗർ ശുങ്കുനും കുഞ്ഞുമണിക്കും അവിടെ. കുഞ്ഞുമണി മൂക്കൊന്ന് ചെയ്തമ്മി. കുഞ്ഞുമണിക്ക് ശുങ്കുന് സ്ട്രോബെറി ജ്യൂസ് മേടിച്ചു. റോഡിൽ പശുക്കൾ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. കുഞ്ഞുമണി അവിടുന്ന് മേടിച്ച ചെമ്മരിയാട് കുഞ്ഞാട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന അടിപൊളി. അത് തിരിച്ചു വരുന്ന വഴി മോറിസണിൽ കയറി കുറച്ച് സാൽമോണും ഇവിടുത്തെ അയിലയും പിന്നെന്തൊരു സ്ക്വിഡോ. പിന്നെ സ്ക്വിഡ് ഉണ്ടായിരുന്നു ഓഫറിൽ മീൻസ് അവര് ഡേറ്റ് മീൻസ് റിഡക്ഷനിൽ ഇടൂല്ലോ, അങ്ങനെ അത് കിട്ടി 4 എണ്ണം. പിന്നെ സാധനം കിട്ടി പെർ KG 6.92 7 പൗണ്ട് 1 കിലോ. പൂച്ചയോ? ഇവിടെ വന്ന് 2 പിള്ളേരും കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റായിരിക്കുന്നു. ഇനിയിപ്പം അഞ്ചു മമ്മി അവിടെ മീൻകറി ഉണ്ടാക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ഡ്രൈവായിരുന്നു. കാലിന്റെ മുട്ട് ഭയങ്കര വേദന. കുഞ്ഞോനോട് ഉടുപ്പ് കാണിക്കാൻ. ഇങ്ങോട്ട് കാണിക്കേ. കുഞ്ഞോനോട് ഉടുപ്പ് എങ്ങനെ ഉണ്ട് ചോദിക്കേ. ഉടുപ്പ് കൊള്ളാവോന്ന്? ഉടുപ്പ് കൊള്ളാവോ ചോദിക്കേ. ഉപ്പ് കൊള്ളാവോ? നല്ല ഉപ്പാണോ? അഞ്ചുവിന്റെ അല്ല കുഞ്ഞോണി ഇവിടെ വന്ന് അവിടെ ഇന്നാ കുളിച്ചത്. ഇന്ന് തല കഴുകിയത്. അയ്യോ ഓട്ടോ. അയ്യോ എന്റെ വയറ്. അമ്മച്ചി ഇവിടെ വന്നിട്ട് മീൻ തല സെറ്റ് ചെയ്തു. സാൽമോൺ ഫിഷിന്റെ തല കറി വെച്ചു. മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻകറിയല്ല, മീൻതലയും പൊറോട്ടയും. പകുതി പൊറോട്ട ഇതായിരിക്കുന്ന ആള് അടിച്ചു മാറ്റി കുഞ്ഞുമണി. അല്ല അവര് അമ്മിയൊക്കെ ചോറുണ്ടെന്ന്. ശുങ്കു ചോറുണ്ടെന്ന്. 2 ദിവസം ചോറ് അഞ്ചു ചോറുണ്ടെന്ന്. ചോറിനകത്ത് വിഷമം ഉണ്ടെന്ന്. തരാം എന്റെ പൊന്ന് തരാം. കുഞ്ഞ് പൊറോട്ട കഴിക്കാം. ചപ്പാത്തി പൊറോട്ട. ഇപ്പൊ സൈനിങ് ഓഫ് പറയൂ. Good night. Remember to like and subscribe. Yes, bye. And share.